ഹലോ എവ്രി വൺ. സോ ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ടൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദ മൗണ്ടൻ ഇസ് യു എന്നാണ് വെച്ചത്. ഓക്കെ, ദ മൗണ്ടൻ ഇസ് യു എന്ന് പറഞ്ഞ ബുക്കാണ്. റിയലി ഗുഡ് ബുക്ക്. കുറേ കാര്യങ്ങളുണ്ട് അതിൽ. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിലൊരു സ്ഥലം എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഷെയർ ചെയ്യണം എല്ലാവരുമായിട്ടെന്ന്. ബേസിക്കലി അതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ സെൽഫ് സാബിറ്റാജ്, അതായത് നമ്മളെ തന്നെ ചെറുതായി കാണുക, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് മേജർലി ഈ ബുക്കിൽ. ഒരു സെൽഫ് മാസ്റ്ററി ചെയ്യാനാണ്. ഇതിലൊരു കാര്യം പറയണത് ഹൗ ഡു യു സെപ്പറേറ്റ് ആക്ഷൻ ആൻഡ് ഫീലിംഗ് എന്ന് പറയുന്നതാണ്. അതായത് മിക്ക സമയവും നമുക്കറിയാം ഈ ഒരു കാര്യം ചെയ്താൽ അത് നല്ലതാണ്, അതുമാത്രമല്ല നമുക്ക് ആ ഒരു വിഷൻ ഉണ്ട് ഇത് ചെയ്താൽ എവിടെ എത്തും എന്നുള്ളത്, പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ജിമ്മിൽ പോകാൻ നിൽക്കുക, ചിലപ്പോൾ കുറച്ച് ദിവസം പോകും, ഒരു ദിവസം നമുക്ക് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ദി ജിം, എനിക്ക് ജിമ്മിൽ പോകാൻ തോന്നുന്നില്ല എന്നാണ് പറയുക, അല്ലേ? ആ പറയുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ആ ഫീലിങ്ങിൽ ആ ഫീലിങ്ങിനോട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, നമ്മൾ പോയില്ലെങ്കിൽ നഷ്ടം തന്നെയുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ആ ഫെമിലിയാരിറ്റി ആയിട്ട് കണക്ട് ചെയ്യണം എപ്പോഴും. അതായത് അൺഫെമിലിയർ ടെറിട്ടറി ബോഡിക്ക് ഇഷ്ടമില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോവാണ്, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും, ഒരു അൺഫെമിലിയർ ടെറിട്ടറിയിലേക്ക് പോവുമായിരിക്കും. അത് എന്ത് വേണമെങ്കിൽ ആവാം. അപ്പോൾ നമ്മുടെ ബോഡി വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ദിസ് ഇസ് അൺഫെമിലിയർ, ദിസ് ഇസ് അൺസർട്ടൻ, ഇല്ല എനിക്കിത് താല്പര്യമില്ല, ഞാൻ ഹാപ്പി ആവില്ല. അപ്പോൾ അതാണ് ആ ഫീലിംഗ് വരുന്നത്. ആ ഫീലിംഗ് നമ്മൾ കേൾക്കുകയും ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യൂല, ലൈഫിൽ മുമ്പോട്ട് പോവില്ല. അപ്പോൾ ബേസിക്കലി ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ആക്ഷൻസ് ലോജിക്കും വിഷനുമായിട്ട് കണക്ട് ചെയ്യണം, ഇമോഷനായിട്ടല്ല. അതായത് യു വിൽ ഹാവ് ടു കൈൻഡ് ഓഫ് ഹോൾഡ് ഓൺ ടു ലോജിക് ആൻഡ് ഇമോഷൻ ആൻഡ് ഡു ഇറ്റ്. എന്നാൽ കാരണം ഫീലിംഗ് ശരിയാവണമെന്നില്ല. നമ്മൾ ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ശരിയാവണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ഹോപ്പേ ഇല്ല എന്ന്, പക്ഷേ ഹോപ്പ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ കേപ്പബിൾ അല്ല എന്ന്, പക്ഷേ നമ്മൾ കേപ്പബിൾ ആയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമുക്ക് ആക്ഷൻ എടുക്കണം. ഈ ഫീലിംഗ് വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ എടുക്കണം. അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. ഈ ഫീലിംഗ് വരുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ എടുക്കുക. ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടിരിക്കുക, യു റിപ്പീറ്റഡ്ലി ഡൂ ദാറ്റ് ആക്ഷൻ. ഡിസ്കംഫേർട്ട് ഉണ്ടാവും, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും. ആ മൊമെൻറ്റമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഹാപ്പി ആയി തുടങ്ങും. അതിൽ പ്രോഗ്രസ് കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആയി തുടങ്ങും. അപ്പോൾ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ റീഅറേഞ്ചിങ് അവർ ലൈഫ് ആൻഡ് എനർജി ടുവേർഡ്സ് ദാറ്റ് vision, and then we start feeling happy, and then we move forward in life, rather than not moving, falling for our feelings and being stuck. Okay, all the best.